തമിഴ് ആക്ടറായിട്ടുള്ള ജയം രവിയുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം നടത്തിയൊരു പ്രസ് മീറ്റും അതിൻ്റെ വൈറൽ വീഡിയോസൊക്കെ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ചുവട് പിടിച്ചിട്ട് ഒരു ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം അവകാശപ്പെട്ടതാണോ, അത് പുരുഷന്മാർക്കും വേണ്ടേന്നത്. അദ്ദേഹം അതിൽ പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് ഇല്ല, ജോയിൻ്റ് അക്കൗണ്ടാണ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ മദറിൻലോ പറഞ്ഞു അതിനുശേഷം ഒരു കുടുംബമാവുമ്പോൾ അങ്ങനെ എൻ്റെ നിൻ്റെ എന്നൊക്കെ ഉണ്ടോ, എല്ലാം ഒരുമിച്ചിട്ടായാൽ പോരെ എന്ന്. ഇത് രണ്ട് വ്യക്തികളുടെ ചിന്താഗതികളാണ്. അപ്പം ഞാൻ ഇപ്പോൾ പറയുന്നതും എൻ്റെ ചിന്താഗതിയാണ്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കേണ്ട കാര്യം നമുക്കില്ല, കാരണം അതിനെപ്പറ്റി നമുക്കൊന്നും അറിയില്ല, അത് നമ്മുടെ വിഷയവുമല്ല. പക്ഷേ ഭാര്യയായാലും ഭർത്താവായാലും അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും സ്വന്തമായിട്ട് 18 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിക്ക്, സ്വന്തമായി ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സ്വന്തമായ ഒരു ബാങ്ക് അക്കൗണ്ടും ആ ഏൺ ചെയ്യുന്ന പൈസ സ്വതന്ത്രമായി ചിലവാക്കാനുള്ള ഒരു അവകാശം ഉണ്ടാവണം. അതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം. അത് സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവേണ്ടതാണ്. അവിടെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭർത്താവ് സമ്പാദിക്കുന്നു, ഭാര്യ ഹോം മേക്കറാണ്. തിരിച്ചുമുണ്ട് കേട്ടോ, ഭാര്യ സമ്പാദിക്കുന്നു, ഭർത്താവ് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. പലപ്പോഴും ഈ ഹോം മേക്കർ റോളിൽ നിൽക്കുന്ന ആളുകൾക്ക് സ്വന്തമായിട്ട് ഇൻകം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മുടെ കോടതി വരെ പറഞ്ഞത് ഈ ഹോം മേക്കർ എന്ന് പറയുന്നതിനെ ഒരു ജോലിയായി കണക്കാക്കി, അത് അവരുടെ കടമയല്ല, അത് അവർ ചെയ്യുന്ന ജോലി തന്നെയാണ്. അതിനുള്ള പ്രതിഫലം മാസാമാസം അവർക്ക് സാലറി ആയിട്ട് അവരുടെ സ്വന്തം അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണം എന്നുള്ളത്. നോക്കൂ, നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഒരാളുടെ മുമ്പിൽ കൈ നീട്ടുമ്പോൾ അത് നമ്മുടെ ഭർത്താവിനോടാവാം, അച്ഛനോടാവാം, സഹോദരങ്ങളോടാവാം, ആരോടാവാം. ഈ കൈ നീട്ടുന്ന ആൾ അത്രത്തോളം സന്തോഷത്തോടു കൂടിയല്ല അതിനുവേണ്ടി കൈ നീട്ടുന്നത്. ഇനി എത്ര തന്നെ ഇഷ്ടമുള്ള ആളാണെന്ന് പറഞ്ഞാലും അവർക്കൊരു അവമതിപ്പ് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും, ഒരു ആത്മാഭിമാനം മുറിപ്പെടും അവിടെ. അത് മറ്റേ ആൾ, കൊടുക്കുന്ന ആൾ ചിലപ്പോൾ മോശമായിട്ട് പെരുമാറിയിട്ട് ഒന്നും ഉണ്ടാവില്ല, എങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷനിൽ ആ വാങ്ങുന്ന ആളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഒട്ടും തന്നെ പോസിറ്റീവ് ആവില്ല. അപ്പോൾ അതിനൊരു വഴി ഉണ്ടാക്കാതെ ആ വ്യക്തിയുടെ ആത്മാഭിമാനത്തിനെ നമ്മൾ മാനിച്ച് അവർക്ക് ആ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മൾ ഭാര്യ ഭർത്താവാണ്, നമ്മൾ ഇരുമയാണെങ്കിലും ഒരു ഹൃദയമാണെന്നൊക്കെ നമുക്ക് പാടാം, കാവ്യാത്മകമായിട്ട് പറയാം. പക്ഷേ പ്രാക്ടിക്കലി ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യം വരുമ്പോൾ, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം വരുമ്പോൾ അത് അവിടെ ഒന്നാണ് എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒബ്വിയസ്ലി നമ്മൾ ഒരു അവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സഹായം വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കും, അത് ഒരു കുടുംബ ബന്ധത്തിൽ ആവശ്യമാണ്. പക്ഷേ ഒരുമിച്ച് ഒരു അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആണ്, അവിടെ ഒരു സ്നേഹവും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മൾ പുറം രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഭാര്യയോ ഭർത്താവോ ഒരു സ്വത്ത് വാങ്ങുന്ന സമയത്ത് ദയവ് ചെയ്തിട്ട് സ്വന്തം പേരിൽ വാങ്ങുക. പലരും ചെയ്യുന്നൊരു പൊട്ടത്തരമാണ്, അബ്രോഡുള്ള ഭർത്താവ് ഭാര്യയുടെ പേരിൽ വാങ്ങും, അല്ലെങ്കിൽ അബ്രോഡുള്ള ഭാര്യ ഭർത്താവിൻ്റെ പേരിൽ വീട് വാങ്ങും, സ്വത്ത് വാങ്ങും. പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് ഇതൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, മേപ്പട്ടേക്ക് നോക്കിയിരിക്കേണ്ടി വരും. എല്ലാവരും ചെയ്യുന്നു എന്നല്ല പറയുന്നത്, പക്ഷേ അവനവൻ സമ്പാദിക്കുന്ന പൈസ കൊണ്ട് വാങ്ങുന്ന എന്ത് കാര്യങ്ങളും അവനവൻ്റെ പേരിൽ വാങ്ങുക. പിന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമുള്ളൊരു കാര്യമല്ല, അത് പുരുഷനും എല്ലാ വ്യക്തികൾക്കുമുള്ള ബേസിക് ആയിട്ടുള്ള ഒരു അവകാശമാണ്. ബൈ.